ഇത് വൃശ്ചിക മാസമാണ്. മണ്ഡല വ്രതാനുഷ്ഠാനം ആരംഭിക്കുന്ന മാസം. മണ്ഡല വ്രതം എടുത്ത് മല കയറുവാൻ ഒരുങ്ങുന്ന ആളാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായും കാണുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയുവാൻ ഉദ്ദേശിക്കുന്നത്, എന്തിനാണ് നമ്മൾ 41 ദിവസം വ്രതമെടുക്കുന്നത്? അത് നിർബന്ധമാണോ? മല കയറുന്നതിന് മുമ്പ് നമ്മൾ കറുപ്പണിയുന്നത് എന്തിന്? എന്നിവയെക്കുറിച്ചെല്ലാമാണ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളാവുന്ന ജീവാത്മാവിനെയാണ് നമ്മൾ നെയ്ത്തേങ്ങയിൽ നിറയ്ക്കുന്നത്. നെയ്ത്തേങ്ങ എന്നത് നമ്മുടെ ശരീരമാണ്. ഈ ശരീരം നമ്മൾ നെയ്ത്തേങ്ങയിൽ നിറച്ച് ഭഗവാനെ കാണുവാൻ 18 പടികൾ കയറി പോവുകയാണ്. ഈ 18 പടികൾ എന്നത് 18 തത്വങ്ങളായാണ് കാണുന്നത്. ഈ 18 തത്വങ്ങൾ കടന്നാണ് നമ്മൾ ശരീരവും ആത്മാവിനെയും ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കുന്നത്. അതോടെ ഈ ഒറ്റപ്പോക്കിൽ നമ്മൾ ചെയ്യുന്നത്, നമ്മൾ നമ്മളെ തന്നെ ആ തിരുസന്നിധിയിൽ സമർപ്പിക്കുന്നു. നമ്മൾ ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ നമ്മുടെ മനസ്സിൽ ഈ ധാരണ വ്യക്തമായി ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ, നമ്മൾ നമ്മളെ തന്നെ അവിടെ സമർപ്പിച്ചു. ഭഗവാൻ നമ്മളോട് എന്താണ് ഇതിലൂടെ പറയുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ആ ഒരു ധാരണ അത് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കുണ്ടായിരിക്കണം. ഇത് മനസ്സിലാവാത്തവർക്കും കൂടെ വേണ്ടി, അല്ലെങ്കിൽ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഒരു വെൽക്കം ബോർഡ് പോലെ അവിടെ തത്വമസി എന്ന് എഴുതി വച്ചിരിക്കുന്നത്. ആ തത്വം മനസ്സിലാക്കി പോകേണ്ട രീതിയിൽ വ്രതമെടുത്ത് പോവുകയാണെങ്കിൽ ഒരു തവണ തന്നെ മല കയറിയാൽ മതി. അത് ശബരിമല എന്നല്ല, ഏത് ക്ഷേത്രമായാലും നമ്മൾ അവിടുത്തെ അനുഷ്ഠാനങ്ങളും രീതികളും വ്യക്തമായി അറിഞ്ഞ ശേഷം ചെല്ലുകയാണെങ്കിൽ ഒരു തവണ തന്നെ പോകുന്നത് ധാരാളമായിരിക്കും. പക്ഷേ ഇന്നത്തെ കാലത്ത് മോഡേൺ സൊസൈറ്റിയിൽ ലൗകിക ജീവിതവും കൂടെ അത് പെട്ടെന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അവിടെയാണ് 41 ദിവസത്തെ വ്രതാനുഷ്ഠാനത്തിന് വരുന്ന പ്രത്യേകത. പലർക്കും സംശയം കാണും, 41 ദിവസം വ്രതം എടുക്കുന്നത് നിർബന്ധമാണോ? മല കയറണമെങ്കിൽ 41 ദിവസം കൂടിയേ തീരുമോ എന്നിങ്ങനെ. ശരിയല്ലേ? സങ്കല്പപ്രകാരം 41 ദിവസം വ്രതം അനുഷ്ഠിക്കണം എന്നാണ് ഉള്ളത്. പക്ഷേ ഇന്നത്തെ ജീവിത രീതി ഇതിനെല്ലാം സ്വാധീനിക്കുന്നു. അതാത് വ്യക്തിയുടെ ജോലി, കുടുംബം, ആരോഗ്യം എല്ലാം ഇതിനെ സ്വാധീനിക്കുന്നു. അതുകൊണ്ട് നമ്മൾ പൂർണ്ണ മനസ്സോടെ നമുക്ക് പറ്റുന്ന രീതിയിൽ മാക്സിമം വ്രതം അനുഷ്ഠിക്കുക. എന്നിട്ട് നമ്മൾ മല കയറുക. മല കയറുമ്പോൾ നമ്മുടെ മനസ്സ് ഭഗവാനിൽ അർപ്പിച്ച് മല കയറുക. ശരിക്കും നമ്മൾ ശബരിമലയിൽ പോകുന്നത് നമ്മുടെ ജീവിതത്തിൽ ആ ശീലം ദിനചര്യയുടെ ഭാഗമാക്കാൻ വേണ്ടിയാണ്. ഈ ദിനചര്യ എന്ന് പറയുന്നത് നമ്മൾ 41 ദിവസവും കണ്ടിന്യൂ ചെയ്ത് പോകുമ്പോൾ 42ാമത്തെ ദിവസവും നമ്മൾ അത് ഓട്ടോമാറ്റിക്കലി ഫോളോ ചെയ്യുന്നു. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മൾ ഡെയിലി അലാറം വെക്കുന്നു. ഒരു നിശ്ചിത സമയത്തേക്ക് നമ്മൾ അലാറം വെക്കുന്നു. എന്നിട്ട് നമ്മൾ ദിവസവും 41 ദിവസം അതേ സമയത്ത് നമ്മൾ എണീക്കുന്നു. അങ്ങനെ പോകെ 42ാമത്തെ ദിവസം നമ്മൾ അലാറം വെക്കാതെ തന്നെ അതേ സമയത്ത് നമ്മൾ എണീക്കുന്നു. എന്തെന്നാൽ ഓട്ടോമാറ്റിക്കലി ആ ഒരു ശീലം നമ്മുടെ ദിനചര്യയിൽ ഉൾപ്പെട്ട് കഴിഞ്ഞു. അതുപോലെ തന്നെയാണ് വ്രതം അനുഷ്ഠിക്കുന്ന ഓരോ 41 നാളുകളും. ഇത് അതാത് നാളുകളിൽ നമ്മൾ എന്തെല്ലാമാണോ ചെയ്യുന്നത് അത് 42ാമത്തെ നാൾ മുതലും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ കാണാൻ പറ്റും. മല കയറുമ്പോൾ സ്വാമിമാരെന്തിനാണ് കറുപ്പ് വസ്ത്രം അണിയുന്നത്? നമുക്ക് എല്ലാവർക്കും അറിയാം, സ്വാമിമാർ മാലയിട്ട ശേഷം കറുപ്പ് വസ്ത്രം മാത്രമാണ് ധരിക്കാറ്. അതിന് പല വ്യാഖ്യാനങ്ങളുമുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, ശബരിമലയിലേക്കുള്ള യാത്ര കാട്ടിലൂടെയാണ്. കാട്ടിൽ പലതരത്തിലുള്ള വന്യമൃഗജീവികളും ഉള്ളതാണ്. അവയെല്ലാം പലപ്പോഴും അക്രമാസക്തരാവാറുമുണ്ട്. നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചു പോകുമ്പോൾ പലപ്പോഴും വന്യമൃഗങ്ങളെ നമ്മൾ ആകർഷിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ചിലപ്പോഴെല്ലാം അവർ അക്രമാസക്തരുമായി മാറും. കറുത്ത വസ്ത്രം ധരിക്കുന്നതിലൂടെ അതെല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ പമ്പയിൽ നിന്നുള്ള കൊടും തണുപ്പിനെ നിയന്ത്രിക്കാൻ വേണ്ടിയും ഈ ഒരു കറുത്ത വസ്ത്രം ഒരുപാട് സഹായമാണ്. കാരണം നമ്മുടെ ശരീരത്തിലുള്ള ചൂട് നിലനിർത്താൻ കറുത്ത വസ്ത്രങ്ങൾക്ക് സാധിക്കും. ആധുനിക ജീവിതശൈലിയുമായി കോർത്തിണക്കി ഈ കറുപ്പിനെ വ്യാഖ്യാനിക്കുമ്പോൾ നമുക്ക് മറ്റൊരു തരത്തിൽ കൂടി ഇതിനെ വ്യാഖ്യാനിക്കാം. കളർഫുൾ അല്ലാത്തൊരു ജീവിതം വേണം നമ്മൾ മല കയറുമ്പോൾ ഓരോ ഭക്തരും അനുഷ്ഠിക്കേണ്ടത്. നമ്മുടെ എല്ലാ സന്തോഷങ്ങളും, നമ്മുടെ എല്ലാം ഇഷ്ടമുള്ള കാര്യങ്ങളും മാറ്റിവെച്ച് വേണം നമ്മൾ മല കയറുമ്പോൾ മനസ്സിൽ വെക്കേണ്ടത്. അങ്ങനെ ഒരു ജീവിതം കൂടി ഈ ലോകത്തുണ്ട്. പലരും കറുപ്പിനെ ഒരു സെക്കൻഡ് കാറ്റഗറി ആയിട്ടാണ് കാണുന്നത്. പലരും അതിനെ ഒരു നെഗറ്റീവായി കൂടെ കാണുന്നു. അങ്ങനെയുള്ളൊരു സൊസൈറ്റിയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അവിടെയാണ് ഭഗവാൻ നമ്മളോട് പറയുന്നത്, ഇവിടെ എല്ലാം എനിക്ക് ഒരുപോലെയാണ്. കറുപ്പായാലും വെളുപ്പായാലും എല്ലാത്തിനെയും ഒരുപോലെ കാണണമെന്ന ഒരു ധർമ്മം കൂടിയാണ് ഭഗവാൻ ഇവിടെ നമ്മളെ പഠിപ്പിക്കുന്നത്. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും ഇതുപോലുള്ള വീഡിയോയ്ക്കായി കാത്തിരിക്കുക.